എന്തു ഭവിക്കുമെന്ന് കാണാൻ കാത്തുനിന്ന മോശയുടെ പെങ്ങള് മിരിയാമിന്റെ മുമ്പിൽ ഒരത്ഭുതം സംഭവിക്കാൻ സാധ്യതയില്ലാത്തൊരു അത്ഭുതം. ഞാനിങ്ങനെ പറയാം, ഫറവോന്റെ പുത്രിക്ക് കൊട്ടാരത്തിൽ കുളിമുറയില്ലാഞ്ഞിട്ടാണോ ഈ കലക്കവെള്ളത്തിൽ നദിയിൽ കുളിക്കാൻ വരുന്നത്? എല്ലാ സംവിധാനങ്ങളുമുള്ള കൊട്ടാരത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഫറവോന്റെ പുത്രി ഈ നൈൽ നദിയിൽ കടന്നു വരണമെങ്കിൽ അതിന്റെ പിറകിൽ വ്യാപരിച്ച കരം ദൈവത്തിന്റെ കരമല്ലാതെ അത് ആരുടെ കരമാണ്? ഹല്ലേലൂയ. സ്വന്തം അമ്മയുടെ മുലപ്പാലിന് കാശ് കൊടുത്ത് കുടിക്കാൻ അല്ലേ മോശ ആ ഭാഗമൊക്കെ നമുക്കറിയാമല്ലോ. അതിനുവേണ്ടി ദൈവം എന്ത് ചെയ്തു? അങ്ങനെ ഒരു അത്ഭുതം ചെയ്തു. ഞാൻ പറയട്ടെ, അവൻ ദൈവത്തിന്റെ നിയോഗത്തോടെ ഒരു പുറത്തു വന്നാൽ അവന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളുടെ പരമ്പരയായിരിക്കും. വാഗ്ദത്തത്തോട് കൂടെയാണോ ജീവിക്കുന്നത്? നിന്റെ ജീവിതം തന്നെ അത്ഭുതമായിരിക്കും. വാഗ്ദത്തത്തോട് കൂടെയാണോ നീ ജീവിക്കുന്നത്? നിന്നെ തൊടാൻ ഉലകത്തിലൊരു പൈശാചിക മണ്ഡലങ്ങൾക്ക് കഴിയത്തില്ല. ഇന്ന് പല എത്ര പേർ ഏറ്റെടുക്കുന്നുണ്ട്. എന്ത് ഭവിക്കുമെന്ന് കാണാം. നിന്റെ അപ്പനും അമ്മയും സഹോദരങ്ങളും ഒക്കെ കാത്തു നിന്നാലും അവരെ നിന്നെ കുറിച്ചോർത്ത് ഭാരപ്പെട്ടാലും അവർ വളരെ ആശങ്കയോടെ നോക്കി നിന്നാലും അവരുടെ നടുവിൽ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ കഴിയുന്ന ഒരു നാഥന്റെ കരമുണ്ട്. ഇന്ന് പകൽ ആ കരത്തിന്റെ മഹത്വം വെളിപ്പെടാൻ പോകുകയാണ്.